സത്താർ പന്തല്ലൂരി എന്നയാളുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സമസ്തയുടെ സ്ഥാപിത പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തപ്പോൾ കാന്തപുരം ആദ്യമായി 89 ശേഷം ആദ്യമായി കളവിൻ്റെ പട്ടിക അദ്ദേഹം തുറക്കുകയാണ്. ആദ്യം തന്നെ ചരിത്രം അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ചരിത്രം അറിയാതിരിക്കാൻ കഴിയില്ലല്ലോ, കാരണം അത്രമാത്രം പ്രായമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും കുട്ടിപ്രസ്ഥാനത്തിൻ്റെ ആളാണെങ്കിലും 89 ഉണർവോടുകൂടെയുള്ള ആളാവാനാണ് സാധ്യത. പക്ഷേ 89 ശേഷം ആദ്യമായി കാന്തപുരം അവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്ബറയിൽ സിയാറത്ത് ചെയ്യുന്നു. ഇപ്പോൾ തെറ്റൊക്കെ തിരുത്തി, അതുകൊണ്ട് ശംസുൽ ഉലമയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തോട് പറയാനുള്ളത്, ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും സഹോദര സംഘടനകളിൽപ്പെട്ട അവർ വിഘടിതരാണെങ്കിലും ശരി, അതിൻ്റെ നേതാക്കന്മാരെ ഹയാത്ത് കാലഘട്ടത്തിലോ മരിച്ചതിന് ശേഷമോ സന്ദർശിച്ചാൽ, അവർ സുന്നികളെ നമ്മൾ സന്ദർശിക്കുള്ളൂ, അവരെ സന്ദർശിച്ചാൽ അത് അവരോടൊപ്പം ചേർന്നു എന്നാണ് എങ്കിൽ ആദ്യമായി സംഘടനയിലേക്ക് തിരിച്ചു വരേണ്ടത് നിങ്ങളുടെ ചേളാരി പണ്ഡിത സംഘടനയുടെ പ്രസിഡൻ്റായ ജിഫ്രി തങ്ങളായിരിക്കും. കാരണം ഞങ്ങളുടെ ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ്, സമസ്ത കേരള ജമിയത്തിനോട് വൈസ് പ്രസിഡൻ്റായിരുന്ന ഷിറിയ ആലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ ഖബറിടം ഇപ്പോൾ ഈ അടുത്ത് അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അപ്പം നമ്മളെ ഭാഗത്തുള്ളവരൊക്കെ വിവേകമുള്ളവരായതുകൊണ്ട് ആരും പോസ്റ്റ് ഇട്ടില്ല. യഥാർത്ഥ സമസ്തയാണ് ശരി. റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദും കാന്തപുരം ഉസ്താദൊക്കെ നേതൃത്വം നൽകുന്ന സമസ്തയാണ് ശരി. കാരണം മറുസംഘടനയുടെ നേതാവ് നമ്മുടെ വൈസ് പ്രസിഡന്റിൻ്റെ ഖബറിടം സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും പോസ്റ്റ് ഇട്ടില്ല. ബുദ്ധിയുള്ള ആളും ആരും അങ്ങനെ പോസ്റ്റ് ഇട്ടില്ല. കാരണം ജീവിത കാലഘട്ടത്തിലോ മരണത്തിന് ശേഷമോ ഒരാളെ സന്ദർശിച്ചാൽ, അത് ഒരാളെ സന്ദർശിക്കുമ്പോൾ മറ്റാൾ ആ ഖബറിൻ്റെ അടുത്തുണ്ടാകുമ്പോൾ സന്ദർശനം ചിലപ്പോൾ 2 പേരെ ആയിരിക്കാം. ആണെങ്കിൽ തന്നെയും ഇനി ഷിറിയ ആലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ സന്ദർശനം അവിടെ അദ്ദേഹത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ. വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഷിറിയ ഉസ്താദിൻ്റെ ഖബറിങ്ങൽ ഇവരുടെ സംഘടനയുടെ പ്രസിഡന്റ് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്തപ്പോൾ ഇതാണ് ശരിയെന്ന് നമ്മൾ വിവരമുള്ളവരായതുകൊണ്ട് ഒരൊറ്റ കുട്ടിയും പോസ്റ്റ് ഇട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടേതായ കാഴ്ചപ്പാടുകൾ. ജീവിത കാലഘട്ടത്തിലോ മരണത്തിന് ശേഷമോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോയിട്ടില്ല എന്ന് നമുക്ക് ധാരണയുള്ള ഏതാളുകളെയും സന്ദർശിക്കുക എന്നുള്ളത് സുന്നി പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും സാധാരണ ഒരു പതിവാണ്. ആ പതിവും അതുപോലെ സുന്നികളിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ, ഈ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും മുമ്പ് കാലത്തൊന്നും ഇവരാരും തയ്യാറായിരുന്നില്ല. ഇപ്പോൾ തയ്യാറാകുന്നുണ്ടോയെന്നറിയില്ല. പലപ്പോഴും ഇവരുടെ സദസ്സുകളിൽ പോകുമ്പോൾ ഒരുപാട് നോട്ടീസ് വായിക്കുന്നത് കാണാം. മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ മയ്യിത്ത് നിസ്കാരം ആഴ്ചകൾ തോറും ഗൾഫിലും മറ്റൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ നേതാക്കന്മാർ മരണപ്പെട്ടിട്ട് അവരുടെ ഒന്നും മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തതായിട്ടോ ആ പേര് വായിക്കുന്ന കൂട്ടത്തിലെങ്കിലും ഒന്ന് വായിച്ചതായിട്ടോ നമ്മളിതുവരെ കേട്ടിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ സങ്കുചിതത്വം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നോ ഇസ്ലാമിൽ നിന്നോ നമ്മൾ പുറത്താണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതൊരു പ്രസ്താവന ഇറക്കുകയാണ് വേണ്ടി നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ. അതൊന്നും ഇല്ലാത്ത കാലത്തോളം നമ്മൾ സുന്നികൾ തന്നെയാണെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ആ സുന്നി ശക്തിപ്പെടുത്തുന്ന ഷാർ മുബാറക്ക് കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് സഹിക്കാത്തത്. പക്ഷേ സുന്നിന്ന് പുറത്തുപോയി നിങ്ങൾ പരസ്യമായി പറഞ്ഞു കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ ആശ്വസിക്കാമായിരുന്നു, ഞങ്ങളെ സുന്നികളായി കാണുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് എന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നയവും കാഴ്ചപ്പാടും ചരിത്രബോധവും ഇല്ലാത്ത നേതാക്കന്മാരെന്ന് പറയപ്പെടുന്നവർ ഇത്തരത്തിൽ ശരിക്കും അപഹാസ്യമായ രീതിയിലുള്ള വാദങ്ങളോ പോസ്റ്റുകളോ ഇടുന്നതാണ് വലിയ ബുദ്ധിമുട്ട്. സത്താർ സാഹിബ് ചരിത്രം പഠിക്കാതെ, അല്ലെങ്കിൽ പഠിച്ച ചരിത്രം മറന്നുകൊണ്ടോ അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ തയ്യാറാവരുത്. വരക്കൽ മക്കാമിൽ സമസ്തയുടെ സ്ഥാപിതകാല പ്രസിഡൻ്റാകുന്ന ബഹുമാനപ്പെട്ടവരെ പലപ്പോഴും എ.പി. ഉസ്താദ് സന്ദർശിക്കാറുണ്ട്. സംഘടിതമായി തന്നെ നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും എ.പി. ഉസ്താദ് അവിടെ പോകാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ എവിടെ സന്ദർശിച്ചു എന്നുള്ളത് 2 ആളുടെ മക്കാം അവിടെ ഉണ്ടായതുകൊണ്ട് 2 ആൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതേസമയം എല്ലാവർക്കും ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത
ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ മക്ബറ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് സുന്നി പ്രസ്ഥാനത്തിൽപ്പെട്ട യഥാർത്ഥ സമസ്തക്കാരിൽപ്പെട്ട എല്ലാവരുടെയും ഒരു ബാധ്യതയായി കാണുന്നവരാണ്. നിങ്ങൾക്കിപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മക്ബറ സന്ദർശിച്ചതായി കണ്ടത് എങ്കിൽ നിങ്ങൾ തന്നെ അതിലൊരു ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ് പ്രധാനമായിട്ട് അവിടുത്തെ സിയാറത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏതായാലും അവിടെ തന്നെയാണല്ലോ ഈ അബൂബക്കർ മുസ്ലിയാരുടെ ഖബറുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെയും സിയാറത്ത് ചെയ്തിരിക്കാം. പക്ഷേ അവിടെയൊക്കെ മക്ബറ ആ സിയാറത്ത് ഇന്ന് നടത്തിയതായ ആ സിയാറത്ത് കാന്തപുരം ഉസ്താദ് എന്നും തുടർച്ചയായിട്ട് എന്നും എന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും അതിൻ്റെ താല്പര്യമുള്ള ആളും സൗകര്യം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകാറുള്ളതും പലയിടത്തും സിയാറത്ത് ചെയ്യാൻ പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണമല്ലോ. മരണ വീട്ടിൽ പോയിട്ട് പോലും വധശ്രമത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുള്ള ഒരു ലോകത്ത് മക്ബറയിലേക്ക് കടക്കുന്നതിനും ചിലർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ വിചാരിച്ച് താല്പര്യമുള്ളവർക്ക് തന്നെ ചിലപ്പോൾ അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് അത് ശ്രദ്ധിക്കേണ്ടത്. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ എല്ലാവരും പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ശുഭമായി നടക്കും. അതില്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കൂട്ടർ മാത്രം ഏകാധിപതികൾ, ഒരു കൂട്ടർക്ക് മാത്രം സംഘടന അവകാശപ്പെട്ടത് എന്നുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതി മറുവശത്തിന് മാത്രമല്ലേ ഉള്ളൂ. ഈ പക്ഷത്തുള്ള ആളുകളൊക്കെ എളാപ്പാന മക്കളും മൂത്താപ്പാന മക്കളും ഒക്കെ ആയി പരിചയപ്പെടുത്തിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്രമാത്രം വിശാലമായ മനസ്സ് ഉള്ളവർ ഈ ഭാഗത്താണെന്നിരിക്കെ സങ്കുചിതമായ മനസ്സ് പോയി നിങ്ങൾ നടക്കരുത്. SYSൻ്റെ ഒരു ഐതിഹാസിക സമ്മേളനം ഉള്ളാൾ തങ്ങളെ എല്ലാവരോടും നിർദ്ദേശം നൽകിയല്ലോ. തക്ബീർ മാത്രം ചൊല്ലിയാൽ പോരാ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്നും അതിൻ്റെ ഫലം കാണുകയും ചെയ്തൊരു സമ്മേളനമുണ്ടല്ലോ. ആ സമ്മേളനത്തിൻ്റെ തുടക്കത്തിലുള്ള ഒന്നാമത്തെ സിയാറത്ത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെയായിരുന്നു. ആ കഥ നിങ്ങൾക്കറിയേണ്ടതാണ്. അറിയില്ലെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കണം. അറിഞ്ഞിട്ടും പറയാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചരിത്ര വ്യഭിചാരമാണ് നടത്തിയിട്ടുള്ളത്. ഏതായാലും അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ആ ഒരു വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ്. ഗോൾഡൻ ജൂബിലി മഹാസമ്മേളനത്തിന് ഔപചാരിക തുടക്കം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പിതാവ്, കേരളം കണ്ട പണ്ഡിത പ്രമുഖരിൽ ഉന്നതസ്ഥാനീയൻ, വ്യതിചലിത വിഭാഗങ്ങളുടെ തനിനിറം തുറന്നുകാട്ടിയ അഗ്രേസരൻ സയ്യിദ് വരക്കൽ അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങളുടെ മക്കാം സിയാറത്ത്. സംഘടനയുടെ പിറവിക്ക് നിമിത്തമായ പ്രമേയാവതാരകനും ഉന്നത പണ്ഡിതനുമായ മൗലാന MA അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെയും SYS പ്രസിഡന്റ് മൗലാന കാന്തപുരം ഉസ്താദിന്റെയും ശ്രേഷ്ഠ സാദാത്തുക്കളുടെയും പണ്ഡിതരുടെയും പ്രവർത്തകരുടെയും നിറസാന്നിധ്യത്തിൽ സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ സിയാറത്തിന് നേതൃത്വം നൽകുന്നു. വരക്കൽ മക്കാമിൽ നിന്നും വാദി ഹസൻ ലക്ഷ്യമാക്കി നീങ്ങുന്ന വാഹന വ്യൂഹം. ഇങ്ങനെ പലപ്പോഴും സൗകര്യം കിട്ടുമ്പോഴും തടസ്സങ്ങളില്ലാത്തപ്പോഴും അവഗണിക്കാത്ത രീതി ഉള്ളപ്പോഴൊക്കെ AP ഉസ്താദി എന്നല്ല മറ്റുള്ള പല പണ്ഡിതന്മാരും അവിടെ സിയാറത്തിന് പോകാറുണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്ബറയിൽ. അപ്പോൾ അവിടെ തന്നെയാണ് മറ്റേ മക്ബറയുള്ളത് എന്നതുകൊണ്ട് സിയാറത്ത് ഒറ്റ സിയാറത്ത് കൊണ്ട് തന്നെ 2 സിയാറത്തും നടക്കും. നിങ്ങൾക്ക് അതാണെന്ന് അവകാശപ്പെടാം എന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങളുടെ സംശയമാണെങ്കിൽ അത് നീങ്ങും. അറിഞ്ഞിട്ടും മനഃപൂർവ്വം കളവ് പറയുകയാണെങ്കിൽ അത് തിരുത്താനൊരവസരമാണ്. അല്ല തുടരുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അറിയും. അതുപോലെ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ അവർക്ക് 100ാം വാർഷികം ആഘോഷിക്കുവാൻ കഴിയുക എന്ന ഒരു വിവരക്കേട് കൂടെ ഇദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളാൾ തങ്ങളോ മറ്റാരോ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഇതുവരെ പ്രസ്താവിച്ചായി തെളിയിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. അപഥസഞ്ചാരം നടത്തിയിരുന്ന മുഷാവറയുടെ ഒരു യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി അതിൻ്റെ മേലാധികാരിയാകുന്ന ജനറൽ ബോഡിയോട് പരാതി പറഞ്ഞു. ആ ജനറൽ ബോഡി പുനഃസംഘടന നടത്തി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുനഃസംഘടിപ്പിച്ച് ഒറ്റ സംഘടനയാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നതും സുന്നികൾ കൊണ്ടു നടക്കുന്നതും വിശ്വസിക്കുന്നതും. അല്ലാതെ ഇന്ന ആൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ സെക്രട്ടറി ആകാൻ പറ്റുള്ളൂ, പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ എന്ന വാദത്തിന് അവർ തന്നെ എതിരായിട്ട് പലതും പ്രവർത്തിച്ചിട്ടില്ല. അസ്ഹരി തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ ആ പ്രസിഡന്റ് സ്ഥാനത്ത് പേര് നീക്കിയതിന് ശേഷം 10 വർഷത്തോളം വീണ്ടും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ലിഖിത നിയമമൊന്നും അവരെ ബുക്കിൽ തന്നെ ഇല്ല എന്നിരിക്കെ ഒരാൾ പ്രസിഡന്റ് സെക്രട്ടറി ആവുമ്പോൾ മറ്റൊരാൾ പാടില്ല എന്നില്ല. സൊസൈറ്റി ആക്ട് അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഭരണഘടനാ അടിസ്ഥാനത്തിലുള്ളൊരു കമ്മിറ്റി ആവുമ്പോൾ ജനറൽ ബോഡി ഇടക്കൊക്കെ ചേരേണ്ടി വരും. ചേരാതിരിക്കുന്നത് ചിലപ്പോൾ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ജനറൽ ബോഡി ചേരാത്തത് കൊണ്ട് പലപ്പോഴും ആ പ്രസിഡന്റ് സ്ഥാനത്തും സെക്രട്ടറി സ്ഥാനത്തും പലർക്കും ഇരിക്കാൻ കഴിയുന്നു വരും.
ജനറൽ ബോഡി ചേരുന്ന സമയത്ത് ജനറൽ ബോഡിയുടെ ബോധ്യാടിസ്ഥാനത്തിൽ പഴയ കമ്മിറ്റി സ്ഥിരപ്പെടുത്തണമെങ്കിൽ സ്ഥിരപ്പെടുത്തും, അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കും. അങ്ങനെ ഒരു പുനഃസംഘടനയാണ് ഉണ്ടായത്. അപ്പം അതൊക്കെ ആ ചരിത്രം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഉള്ളാൾ തങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു എന്ന് ഉള്ളാൾ തങ്ങളോ നമ്മളോ ഒരു നേതാവോ പറഞ്ഞിട്ടില്ല. ബോധത്തോടുകൂടെ ഒരാളും സമസ്തയിൽ പിളർപ്പുണ്ടായി എന്ന് യഥാർത്ഥ സമസ്തയുടെ വക്താക്കളായ റഊസുൽ ഉലമയുടെയും കാന്തപുരി ഉസ്താദിൻ്റെയും അനുയായികൾ ആരും മുമ്പോ ശേഷമോ താജുൽ ഉലമയുടെ കാലത്തോ ശേഷമോ പറഞ്ഞിട്ടില്ല. പിളർപ്പുണ്ടാകണമെങ്കിൽ രണ്ട് സംഘടന ഉണ്ടാവണമല്ലോ. അത് സുന്നികൾ അംഗീകരിക്കുന്നില്ല. സുന്നികൾ വിഘടിതരാകാനോ പുതിയ സംഘടന ഉണ്ടാക്കാനോ തയ്യാറായിട്ടുമില്ല. സമസ്തയ്ക്ക് ഒരു ആധികാരിക രേഖയുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. ആ രേഖ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭരണഘടന എന്ത് പറയുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനാണുള്ള നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ. ആ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി ജനറൽ ബോഡി ചേർന്നു. അതോടുകൂടെ പഴയ കമ്മിറ്റി പിരിച്ചുവിട്ടു ജനറൽ ബോഡി, പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. ഇതാണല്ലോ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ മഹല്ല് കമ്മിറ്റി ഉണ്ടല്ലോ. ആ മഹല്ല് കമ്മിറ്റിയിൽ നമ്മളൊക്കെ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് ഗൾഫിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ആ ഗൾഫിക്ക് 10 വർഷം മുമ്പ് പോയ ആൾ അന്ന് പോണ സമയത്ത് ഉണ്ടാകുന്ന പ്രസിഡന്റും സെക്രട്ടറിയും പിന്നെ അദ്ദേഹം 10 കൊല്ലം കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ അവിടെ കാണൂല. അതെന്തുകൊണ്ടാണ്? അതൊരു ഭരണഘടനാടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്മിറ്റിയാണ്. കൊല്ലമോ അല്ലെങ്കിൽ എത്ര കൊല്ലത്തിൽ പുനഃസംഘടിപ്പിക്കണം എന്നാണോ ജനറൽ ബോഡി ചേരണമെന്നാണോ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതടിസ്ഥാനത്തിൽ ചേർന്ന് ആ പ്രസിഡന്റ്, പലപ്പോഴും 90% പ്രസിഡന്റും 10 കൊല്ലത്തെ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഒരു കാലത്ത് പ്രസിഡന്റ് ആയിരുന്നു, അല്ലെങ്കിൽ 3-4 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നവരെ പ്രസിഡന്റ് ആണെന്ന് ഒരു നിയമമൊന്നുമില്ലല്ലോ. ഇല്ലാന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചതുമാണ്. അപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിനോട് കൂടെ വിവരക്കേട് നടിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥ സംഘടനയെ ഇകഴ്ത്താൻ വേണ്ടി 100-ാം വാർഷികത്തിൻ്റെ അവകാശികളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ മീഡിയകൾക്ക് മുമ്പിൽ പറയുന്നത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവരെന്നാണ്. ഇരിക്കുന്ന സമയത്തോളം എത്ര കാലം ഇരിക്കുന്ന അറിയില്ല. നിങ്ങളെപ്പോലുള്ളവർ പറയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. സമസ്തയിൽ നിന്ന് ആരും ഇറങ്ങിപ്പോയിട്ടില്ല. സമസ്തയുടെ ഒരു മുഷാവറ യോഗത്തിലെ മീറ്റിങ്ങിൽ നിന്ന് അന്നത്തെ കമ്മിറ്റിയിൽപ്പെട്ട ചിലരുടെ വഴിവിട്ട സഞ്ചാരം കൊണ്ട് അത് തിരുത്താൻ വേണ്ടി തൽക്കാലം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയും അതിനുശേഷം അതിനുള്ള പരിഹാരം അതിൻ്റെ മേൽഘടകമാകുന്ന അവരെയും കൂടി നിയന്ത്രിക്കുന്ന ജനറൽ ബോഡിയോട് പരാതി പറഞ്ഞ് ജനറൽ ബോഡി വിളിച്ചു ചേർത്തു. ജനറൽ ബോഡി ആ കമ്മിറ്റിയെ നിർവീര്യമാക്കുകയും പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇതൊക്കെ അറിയുന്ന നിങ്ങൾ അവർ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് ഇനിയും ആളുകളുടെ മുമ്പിൽ വലിയ ആളാവാൻ ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത്. അള്ളാഹു സത്യമോലെ മനസ്സിലാക്കി സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.